നമുക്കൊരു ബീഫ് കുറുമ ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യൂബായി അരിഞ്ഞത്, ഉള്ളി പൊടിയായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 കിലോ ബീഫ്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. കുക്കറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. അത്രയും സാധനങ്ങൾ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വയ്ക്കാം. ബീഫിനനുസരിച്ച് വേവ് മാറ്റമായിരിക്കും. അപ്പം ഞാൻ 10 വിസിലോളം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കണം. തേങ്ങാപ്പാലിൽ 1-ാം പാലും 2-ാം പാലും നമുക്ക് വേറെ വേറെ വേണം. അതുകൊണ്ട് നമ്മൾ 1-ാം പാലും 2-ാം പാലും വേറെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പട്ട, ഗ്രാമ്പു, തക്കോലം ഒരു 2 പീസ് ചെയ്തോ, അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളിയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാട്ടുക. പിന്നീട് നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ച 2-ാം പാല് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. 2-ാം പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഏറ്റവും ചെറു തീയിൽ വേണം നമ്മൾ ചെയ്യാൻ. ആ ഒരു ടൈം കൊണ്ട് ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും ഒന്ന് വെന്തിട്ടുണ്ടാകും. അതിലേക്ക് ബീഫ് കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ബീഫും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് എടുത്തു വെച്ച 1-ാം പാൽ ആഡ് ചെയ്യാം. 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അധികം നേരം അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ലാസ്റ്റ് ഫ്ലേവറിന് ആഡ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറുമക്കറി റെഡി.